നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അനാലിസിസ് സെഷനാണ്. അതായത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു എഡിറ്റോറിയൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടോപ്പിക്ക് ഏതാണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ബ്രീഫ് റിപ്രീവ് ഓൺ പാകിസ്ഥാൻ ആൻഡ് ദി ടെറർ ഫിനാൻസിങ് വാച്ച് ഡോഗ്. സോ ഈ ടെറർ ഫിനാൻസിങ് വാച്ച് ഡോഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, FATF. സോ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് നമ്മൾ ഈ എഡിറ്റോറിയലിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ FATF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് FATF, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് FATF? The Financial Action Task Force is an intergovernmental body, ഡിസിഷൻ മേക്കിംഗ് ബോഡി. അതായത് ഇൻ്റർ ഗവൺമെൻറ്റുകൾ തങ്ങളിലുള്ള എന്നാൽ അതേ സമയത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയുമാണ് ഈ FATF എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1989 ഡ്യൂറിങ് ദ G7 സബ്മിറ്റ് ഇൻ പാരീസ് ടു ഡെവലപ്പ് പോളിസീസ് അഗെയിൻസ്റ്റ് മണി ലോണ്ടറിങ്. സോ പാരീസിലുണ്ടായിരുന്ന, അതായത് പാരീസ് 1989 നടന്നിട്ടുണ്ടായിരുന്ന G7 സബ്മിറ്റിൽ ഈ ഒരു മണി ലോണ്ടറിങ് മീൻസ് കള്ളപ്പണം വെളുപ്പിക്കൽ, അതാണ് നമ്മൾ മലയാളത്തിൽ പറയുക. സോ അതിനെതിരെയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ FATF എന്ന് പറയുന്നത്. ദെൻ ദ FATF സെക്രട്ടേറിയറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാരീസ്. സോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസിലാണ്. ഓക്കെ, ഇനി ഈ ഒരു ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ദറ്റ് ഇസ് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ FATF? As of 2019, FATF consists of 37 member jurisdictions. Jurisdictions means governments, that is രാജ്യങ്ങൾ. സോ 37 രാജ്യങ്ങളാണ് 2019 വരെ ഈ FATFിലുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 39 മെമ്പേഴ്സാണ് FATFിൽ. അതിൽ 37 രാജ്യങ്ങളും ദെൻ 2 ഓർഗനൈസേഷൻസുമാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കമ്മീഷനും പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും. ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആകെ മൊത്തത്തിൽ 39 മെമ്പേഴ്സാണുള്ളത്. അതിൽ 37 എന്ന് പറയുന്നത് മെമ്പർ ജൂറിസ്ഡിക്ഷൻസ്, അത് രാജ്യങ്ങളാണ്. ദെൻ പിന്നുള്ള 2 എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ആണ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കമ്മീഷനും. ഓക്കെ, ദെൻ ഈസ് ഇന്ത്യ ആ മെമ്പർ ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്? ഇന്ത്യ ഈ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ India became an observer at FATF in 2006. Since then, it has been working towards full-fledged membership. On June 25, 2010, India was taken in as the 34th country member of FATF. So, അതായത് ഇന്ത്യ ഒരു ഒബ്സർവർ ആയിരുന്നു FATFിൽ 2006 മുതൽ. ദെൻ അതിനുശേഷം തന്നെ ഇന്ത്യ ഒരു ഫുൾ ഫ്ലെഡ്ജ് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഇന്ത്യ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ June 25, 2010 ഇന്ത്യ FATFിൽ ഒരു പെർമനൻറ്റ് മെമ്പർ ആവുന്നത്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് 34th മെമ്പർ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് FATF ഓൺ ടെറർ ഫിനാൻസിങ്. സോ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നത് FATF എന്ന് പറഞ്ഞാൽ മണി ലോണ്ടറിങ്ങിന് എതിരെയായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്നാണ്. ദാറ്റ് ഇസ് മണി ലോണ്ടറിങ് മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ, അതിനെതിരെയായിട്ട് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നാണ് നമ്മൾ നോക്കിയത്. അതേ സമയത്ത് തന്നെ ടെറർ ഫിനാൻസിങ്ങിന് എതിരായിട്ടുള്ള ഓർഗനൈസേഷൻ കൂടിയാണ് FATF. ഇനി എന്താണ് ഈ ടെറർ ഫിനാൻസിങ്? ടെറർ ഫിനാൻസിങ് മീൻസ് രാജ്യത്തിന്, അവനവൻ്റെ രാജ്യത്തിൽ തന്നെ ഈ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട് ചെയ്യുക. അതായത് ടെററിസത്തിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് ടെററിസത്തിനെ പ്രൊമോട്ട് ചെയ്യുക. അത്തരം രാജ്യങ്ങളെല്ലാം തന്നെ ഈ ടെറർ ഫിനാൻസിങ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ FATF ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ഈ ടെറർ ഫിനാൻസിങ് എങ്ങനെയാണ് FATF ഹാൻഡിൽ ചെയ്യുന്നത്? കോമ്പാറ്റിംഗ് ടെറർ ഫിനാൻസിങ് ഹാസ് ബീൻ എ പ്രയോറിറ്റി ഫോർ ദി FATF സിൻസ് 2001. സോ 2001 മുതലാണ് FATF ഈ ടെറർ ഫിനാൻസിങ്ങിലും കൂടി ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത്. However, in 2015, the scope and nature of terrorist threat globally intensified considerably, with terrorist attacks in many cities across the world and the terrorist threat posed by the so-called Islamic State of Iraq and the Levant and by the Al-Qaeda and their affiliated terrorist organizations. സോ അതായത് ഇത്തരം ഗ്രൂപ്പ്സിൻ്റെ എല്ലാം തന്നെ ടെറർ ത്രെറ്റ്സ് എന്ന് പറയുന്നത് കൺസിഡറബിളായിട്ട് കൂടാൻ തുടങ്ങിയത് 2015 ശേഷമാണ്. സോ അതിനുശേഷം പിന്നെ FATF എന്ന് പറയുന്നത് പലതരം സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ സോ കോൾഡ് ഇത്ര പറയുന്ന ഗ്രൂപ്പ്സുകളെല്ലാം തന്നെയാണ് ഈ ടെറർ ത്രെറ്റ്സ് എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം. ദെൻ ദ FATF plays a central role in global efforts in combating terror financing through its role in setting global standards to combat terror financing, assisting jurisdictions in implementing financial provisions of the United Nations Security Council on terrorism, and evaluating countries' ability to prevent, detect, investigate and prosecute the financing of terrorism.
സോ അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ FATF എന്ന് പറഞ്ഞാൽ ടെറർ ഫിനാൻസിങ് പൂർണ്ണമായിട്ട് ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റാൻഡേർഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ FATF ആണ്. സോ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബേസിസിൽ തന്നെ അവർ ജൂറിസ്ഡിക്ഷൻസ് മീൻസ് ഗവൺമെൻറ്റ്സിനെ എല്ലാം തന്നെ ഈ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത്തരം ടെറർ ഫിനാൻസിങ് എല്ലാം തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതേപോലെ അത് പ്രിവെൻറ്റ് ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെ എബിലിറ്റി ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യെറ്റ് മെനി കൺട്രീസ് ഹാവ് നോട്ട് യെറ്റ് ഇംപ്ലിമെൻറ്റഡ് ദ FATF സ്റ്റാൻഡേർഡ്സ് എഫക്റ്റീവ്ലി. പക്ഷേ എത്രയൊക്കെ ആയിരുന്നാൽ പോലും ഇത്രയും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ട് പോലും പല രാജ്യങ്ങളും ഈ FATF സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ഓഫ് TF, that is terror financing risk they face, no have effective means to combat them. സോ ഒന്നില്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഈ ടെറർ ഫിനാൻസിങ് വഴി ഉണ്ടാവുന്ന റിസ്കുകളെ കുറിച്ച് പൂർണ്ണമായിട്ട് ധാരണയില്ല ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ. അതായത് ഈ സ്റ്റാൻഡേർഡ്സ് ഒന്നും മീറ്റ് ചെയ്യാത്ത രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ ടെറർ ഫിനാൻസിങ് കാരണം ഉണ്ടാകുന്ന റിസ്കുകളുടെ ആ ഒരു കാഠിന്യം അവർക്കറിയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിച്ചു മാറ്റാൻ വേണ്ടി തക്കവണ്ണ മീൻസ് വഴികൾ അവർക്ക് ഇല്ല. ദെൻ ഇനി ഈ FATF ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം സെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നെ FATF ഈ മണി ലോണ്ടറിങ്ങും ടെറർ ഫിനാൻസിങ്ങും എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 ടൈപ്പ് ഓഫ് ലിസ്റ്റുകളാണ്. അതായത് ഗ്രേ ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റും. അതായത് ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രീസ് നോൺ ആസ് നോൺ കോഓപ്പറേറ്റീവ് കൺട്രീസ് ഓർ ടെറിട്ടറീസ് ആർ പുട്ട് ഇൻ ദി ബ്ലാക്ക് ലിസ്റ്റ്. These countries support terror financing and money laundering activities. The FATF revises the blacklist regularly, adding or deleting entries. സോ അതായത് ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും FATFനോട് സഹകരിക്കാത്ത പല രാജ്യങ്ങളോ അല്ലെങ്കിൽ ടെറിട്ടറീസോ ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ടെറർ ഫിനാൻസിങ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളായിരിക്കണം അവയെല്ലാം തന്നെ. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കണം. ഇതൊന്നും തന്നെ പാലിക്കാത്ത രാജ്യങ്ങൾ, അതായത് ഈ FATFുമായിട്ട് പൂർണ്ണമായിട്ടും യോജിക്കാത്ത പല രാജ്യങ്ങളെ അവർ പൂർണ്ണമായിട്ട് ബ്ലാക്ക് ലിസ്റ്റിലാണ് പെടുത്താറ്. അതായത് അവർ പൂർണ്ണമായിട്ടും ടെറർ ഫിനാൻസിങ് മണി ലോണ്ടറിങ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിരിക്കും. ആൻഡ് ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ എൻട്രീസ് ഉണ്ടെങ്കിൽ അത് നടത്തും. അതേപോലെ ഏതെങ്കിലും, അതായത് പല രാജ്യങ്ങൾ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി എന്നുണ്ടെങ്കിൽ, അവ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനെ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. ദെൻ ഗ്രേ ലിസ്റ്റ്. ഗ്രേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് ദാറ്റ് ആർ കൺസിഡേർഡ് സേഫ് ഹാവൻ ഫോർ സപ്പോർട്ടിംഗ് ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ആർ പുട്ട് ഇൻ ദി FATF ഗ്രേ ലിസ്റ്റ്. അതായത് രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ തന്നെ ഈ ടെറർ ഫണ്ടിങ്ങും മണി ലോണ്ടറിങ് ഒക്കെ നടത്താൻ വേണ്ടി സേഫായൊരു സ്ഥലമാണ് എന്ന് തോന്നുന്ന പല രാജ്യങ്ങളെയും അവർ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ദിസ് ഇൻക്ലൂഷൻ സെർവ്സ് ആസ് എ വാർണിംഗ് ടു ദി കൺട്രി ദാറ്റ് ഇസ് മേ എൻറ്റർ ദി ബ്ലാക്ക് ലിസ്റ്റ്. അതായത് ഇതൊരു വാർണിംഗ് ആണ്. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കൺട്രിക്ക് ഒരു വാർണിംഗ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അതായത് ഇത്തരം പ്രവർത്തികൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് അവർക്കൊരു നിശ്ചിത സമയം കൊടുക്കും. ആ സമയത്തിനകം ചില സ്റ്റെപ്സ് ഓഫ് ആക്ഷൻസ് അവർ ചെയ്ത് അവർ ആ ലിസ്റ്റിൽ നിന്നും, അതായത് ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് അത് FATF തന്നെ പ്രൊവൈഡ് ചെയ്യും. ചില സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയും. സോ അത്രയും കാര്യങ്ങൾ നിശ്ചിത സമയം അവർക്ക് കൊടുക്കും. ആ സമയത്തിനകം ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവരെ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കും. ഇൻ കേസ് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും വാർണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഗ്രേ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തും. അത് അവർ ചെയ്യുന്ന ആ ആക്ഷൻസിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. സോ ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു സോർട്ട് ഓഫ് വാർണിംഗ് ആണ്. അതായത് ഈ രാജ്യങ്ങൾ ഇനിയും ഇത്തരം പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിലാക്കും എന്ന രീതിയിലൊരു വാർണിംഗ് ആണ് ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി FATF ആൻഡ് പാകിസ്ഥാൻ. അതായത് നമ്മളിത് നോക്കാൻ പോകുന്ന എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും FATFും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Pakistan has been in the FATF grey list since June 2018 and has been asked to implement the FATF action plan fully by September 2019. That is, ഈ FATFിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ജൂൺ 2018 പാകിസ്ഥാൻ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രേ ലിസ്റ്റിൽ വരണമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർ മണി ലോണ്ടറിങ് അതേപോലെ ടെറർ ഫിനാൻസിങ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ FATFിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ വന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് FATF തന്നെ കുറച്ച് ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സെപ്റ്റംബർ 2019 അകം അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദ സെയിം കാറ്റഗറി ഫ്രം 2012 to 2015 ടു. ഇതിന് മുന്നേയും പാകിസ്ഥാൻ ഈ സെയിം FATF ഗ്രേ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. 2012 മുതൽ 2015 വരെ ഈ ഗ്രേ ലിസ്റ്റിൽ തന്നെ ആയിരുന്നു ഈ പാകിസ്ഥാൻ
എന്ന് പറയുന്നത്. ദെൻ പാകിസ്ഥാൻസ് ഇൻക്ലൂഷൻ ഇൻ ദ ഗ്രേ ലിസ്റ്റ് can be attributed to the fact that the country's anti-terror laws are not in line with the FATF standards. സോ അതായത് പാകിസ്ഥാൻ ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ആൻഡ് വീണ്ടും ജൂൺ 2018 വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം പാകിസ്ഥാനിലുള്ള ആൻറ്റി ടെറർ ലോസ് എന്ന് പറയുന്നത് FATFിൻ്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ വീണ്ടും ഇപ്പോൾ ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് Pakistan received another extension on the grey list as the Financial Action Task Force plenary session decided to continue all countries under scrutiny for terror financing and money laundering until October 2020. So അതായത് പാകിസ്ഥാൻ ജൂൺ 2018 ഗ്രേ ലിസ്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആക്ഷൻ പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സെപ്റ്റംബർ 2019 ആയിരുന്നു ആ ഒരു ആക്ഷൻ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്ന സമയം. പക്ഷേ പാകിസ്ഥാൻ അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അതിനെ ഗ്രേ ലിസ്റ്റിൽ നിന്നും റിമൂവ് ചെയ്യാതിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതിനുശേഷം FATFിൻ്റെ പ്ലീനറി സെഷൻ കൂടിയപ്പോൾ അവരെടുത്തൊരു പുതിയ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേ ലിസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനെ തന്നെ വീണ്ടും ഒക്ടോബർ 2020 വരെ ആ ലിസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക. സോ അതായിരുന്നു പിന്നീട് അവരെടുത്തൊരു പുതിയ തീരുമാനം. സോ അതുകൊണ്ട് പാകിസ്ഥാൻ സ്റ്റിൽ ഇപ്പോഴും ഗ്രേ ലിസ്റ്റിൽ തന്നെയാണ്. ഇനി FATFിന് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കോൺസിക്വൻസസ് ഓഫ് ബീയിങ് ഇൻ ദി FATF ഗ്രേ ലിസ്റ്റ്. സോ അതായത് ആദ്യത്തത് എക്കണോമിക് സാങ്ഷൻസ് ഫ്രം IMF, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. സോ ഇത്തരം എക്കണോമിക് സാങ്ഷൻസ് എല്ലാം തന്നെ ഒരു സംശയത്തിലാവുകയും ചെയ്യും. ദെൻ അതേപോലെ പ്രോബ്ലം ഇൻ ഗെറ്റിംഗ് ലോൺസ് ഫ്രം IMF, വേൾഡ് ബാങ്ക്, ADB ആൻഡ് അതർ കൺട്രീസ്. ഇത്തരം ബാങ്കുകൾ, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണെങ്കിലും ശരി, വേൾഡ് ബാങ്ക് ആണെങ്കിലും ശരി, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിലും ശരി, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ശരി ലോൺ കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ റിഡക്ഷൻ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡിൽ നല്ല തോതിൽ കുറവുണ്ടാവും. ആൻഡ് ഇൻ്റർനാഷണൽ ബോയ്ക്കോട്ട്. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും FATFിൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇത്രയാണ് FATF എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് എഡിറ്റോറിയലോട്ട് പോവാം. സോ ഇനിയാണ് നമ്മുടെ എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഹാസ് ബോട്ട് ടൈം ബട്ട് ഇറ്റ് കനോട്ട് ബാക്ക് അവേ ഫ്രം ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്സ് ടു ദി FATF. അതായത് പാകിസ്ഥാൻ ജൂൺ 2018 അതിനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനുശേഷം FATF കുറച്ച് ആക്ഷൻ പ്ലാൻസ് കൊടുക്കുകയും അത് സെപ്റ്റംബർ 2019 എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായത് പാകിസ്ഥാന് വേണ്ടത്ര സമയം FATF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും പാകിസ്ഥാന് ആ പറഞ്ഞ എല്ലാ ആക്ഷൻ പ്ലാനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞത്, FATF പറഞ്ഞിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. According to reports in Pakistan and India, the Financial Action Task Force, the global watchdog group, has decided to grant Pakistan and other countries on its watch list a 3-month extension on fulfilling commitments in view of the pandemic. So അതായത് പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉള്ള റിപ്പോർട്ട്സ് പ്രകാരം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് നമ്മുടെ FATF എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അവരുടെ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിനകത്തുള്ള എല്ലാ കൺട്രീസിനും തന്നെ, അതിപ്പം ഗ്രേ ലിസ്റ്റ് ആണെങ്കിൽ ശരി, അവരുടെ ബ്ലാക്ക് ലിസ്റ്റ് ആണെങ്കിൽ ശരി, അവരുടെ ആ ഒരു വാച്ച് ലിസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും തന്നെ അവർ ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ കൂടി പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഗ്രേ ലിസ്റ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ ഒരു ആക്ഷൻ പ്ലാൻ നിശ്ചിത സമയത്തിനകം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് സമയപരിധിയും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. സോ പാകിസ്ഥാന് കൊടുത്തിരുന്ന സമയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2019 ആണ്. സോ സെപ്റ്റംബർ 2019 ആ ആക്ഷൻ പ്ലാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ അതായത് അത് ഗ്രേ ലിസ്റ്റിലായിരുന്നു. സോ ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും, ആ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുമായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ പിന്നെ ഉള്ള നെസസറി ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അപ്പോഴേക്ക് ഈ പാൻഡമിക് എല്ലാം വന്നതുകൊണ്ട് അവർ വീണ്ടും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് ഈ ഗ്രേ ലിസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളെ തന്നെ വീണ്ടും ഒരു 3 മാസത്തേക്ക് ആ ലിസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ്. സോ അതായത് അവർക്ക് വീണ്ടും അവരുടെ ആ ആക്ഷൻ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി സമയം കിട്ടുകയാണ്. Then Pakistan was placed on the grey list or increased monitoring list in June 2018 and given time until October 2019 in order to complete a 27-point action plan on countering terror finance and anti-money laundering. സോ അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. ജൂൺ 2018 ഈ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ അതിനുശേഷം 27 പോയിൻറ്റ്സ് അടങ്ങുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് സെപ്റ്റംബർ 2019 കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ അതിനകത്ത് പറഞ്ഞു വരുന്നത് ഒരു 14 പോയിൻറ്റ്സ് മാത്രമേ പാകിസ്ഥാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ 27-നകത്ത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ അതിനുശേഷം ഈ പാൻഡമിക് എല്ലാം കൂടി ആയപ്പോൾ അവരത് ഒക്ടോബർ 2020 വരെ നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പാകിസ്ഥാൻ മാത്രമല്ല, ഈ ഗ്രേ ലിസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആ ഒരു എക്സ്റ്റൻഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Failing that, it would be put on the blacklist of high-risk jurisdictions facing severe financial sanctions. സോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ആദ്യത്തെ ഡീറ്റെയിൽസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇൻ കേസ് ഈ ആക്ഷൻ പ്ലാൻ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഗ്രേ ലിസ്റ്റിലുള്ള ആക്ഷൻ പ്ലാൻ എല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദിസ് മീൻസ് ദാറ്റ് ഇൻ എഫക്റ്റ് Pakistan will have had at least one extra year to meet its deadlines, despite the fact that it has only completed about 14 points so far. സോ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ 27 പോയിൻറ്റ്സ് വരുന്ന ആക്ഷൻ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയുള്ളൂ. സോ ഈ പറഞ്ഞ 27-നകത്ത് പാകിസ്ഥാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 14 പോയിൻറ്റ്സ് മാത്രമാണ്. ആൻഡ് പാകിസ്ഥാൻ ജൂൺ 2018 ഗ്രേ ലിസ്റ്റിൽ കയറുന്നത്. സെപ്റ്റംബർ 2019 വരെ ആയിരുന്നു ഈ ആക്ഷൻ പ്ലാൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സോ സെപ്റ്റംബർ 2019 വരെ തന്നെ ഏതാണ്ട് ഒരു വർഷം കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാന് ഈ 27 പോയിൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒക്ടോബർ 2020 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് വീണ്ടും ഒരു എക്സ്ട്രാ 1 ഇയറാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. ദെൻ ദ റിമൈൻഡർ ഈസ് സ്റ്റിൽ എ ടോൾ ഓർഡർ ആൻഡ് ഇൻക്ലൂഡ്സ് ഇംപ്രൂവിംഗ് മെക്കാനിസംസ് ടു കർബ് terror financing, then amending laws to curb hawala transactions and placing sanctions against cash couriers who facilitate terror groups, then completing the prosecution of groups banned by the UNSC, that is United Nations Security Council, and converting the madras run by them into formal schools. സോ അതായത് അവർക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഹവാല ട്രാൻസാക്ഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പുതിയ ലോസ് അമെൻഡ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ ടെറർ ഫിനാൻസിങ് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെക്കാനിസംസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അതെല്ലാം തന്നെ ഒന്നും ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. ദെൻ അതേപോലെ തന്നെ ഈ ടെറർ സപ്പോർട്ട്സ്, അതായത് ടെറർ ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാഷ് എല്ലാം തന്നെ, അതായത് പൈസ എല്ലാം തന്നെ ഒരു കൊറിയറായിട്ട് അയക്കാറുണ്ട്. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള കുറച്ച് പുതിയ ലോസ് അല്ലെങ്കിൽ സാങ്ഷൻസ് എല്ലാം കൊണ്ടുവരണം. ദെൻ അതേപോലെ ഇത്തരം ഗ്രൂപ്പ്സുകൾ, അതായത് UNSC പറഞ്ഞിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പ്സിനെ, അതായത് ടെറർ ഗ്രൂപ്പ്സാണ്, ആ ഗ്രൂപ്പ്സിനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും. ദെൻ അവർ തന്നെ റൺ ചെയ്യുന്ന മദ്രസാസ് ഉണ്ട്, സോ അതിനെല്ലാം തന്നെ ഫോർമൽ സ്കൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ഇത്രയും കാര്യങ്ങളാണ്. Each item demands more accountability by Pakistan on terror groups, as well as a shift within its ruling establishment on the benefits of allowing such groups to exist at all. അതായത് നമ്മളിപ്പോൾ ഇത്രയും കണ്ട കുറച്ച് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതായത് പല മെഷേഴ്സാണ്. ടെറർ ഫിനാൻസിങ് ആണെങ്കിൽ ശരി, മണി ലോണ്ടറിങ് ആണെങ്കിൽ ശരി, എല്ലാത്തിനെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്ന പല സ്റ്റെപ്സുകളാണ്. സോ ഇത്രയും സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഈ ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മെഷേഴ്സ് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലുള്ള ഓരോ ടെറർ ഗ്രൂപ്പ്സിന് എതിരെ വേണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ ഒഴിച്ചു മാറ്റാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളാണ്. സോ അതെല്ലാം തന്നെ ഈ റൂൾ ചെയ്യുന്ന പല പാർട്ടികൾക്കും പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ആയിരിക്കണം. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, FATFൻ്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ ഇത്തരം ലോസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇത് 3ാമത്തെ തവണയാണ് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ വരുന്നത്. സോ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, അതായത് ഈ റൂളിംഗ് പാർട്ടീസിന് അല്ലെങ്കിൽ അവിടുത്തെ റൂൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇത്തരം ടെറർ ഗ്രൂപ്പ്സിനെ പൂർണ്ണമായിട്ട് ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലോസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഫിഷ്യൻ്റ് അല്ല. സോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ then അവർക്കത് ബെനിഫിറ്റ് കൊടുക്കുന്നൊരു കാര്യമായിരിക്കും. Then, despite this being Pakistan's third stint on the FATF watch list, that is, prior occasions were in 2008 and 2012 to 15, there is little evidence that it has yet internalized that message. സോ അതായത് പാകിസ്ഥാൻ FATFൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഉൾപ്പെടുന്നത്. ഇതിന് മുന്നേ 2008-ലും ദെൻ അതേപോലെ തന്നെ 2012 മുതൽ 2015 വരെയുള്ള സമയങ്ങളിലും ഈ FATF വാച്ച് ലിസ്റ്റിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. സോ ഈ 3 തവണയും പാകിസ്ഥാൻ ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നും പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള എവിഡൻസ് ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ ഇൻ എ US റിപ്പോർട്ട് ഓൺ ടെററിസം, പാകിസ്ഥാൻ റിമെയിൻസ് എ സേഫ് ഹാവൻ ഫോർ മോസ്റ്റ് UN പ്രിസ്ക്രൈബ്ഡ് ഗ്രൂപ്പ്സ്. സോ അതായത് US വന്നിരുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ടെററിസത്തിൻ്റെ ബേസിസിൽ. സോ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡേറ്റ പ്രകാരം UN തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പല ടെറർ ഗ്രൂപ്പ്സിനും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. Then the report also adds that it steps to prosecute
സോ JEM മീൻസ് ജയ്ഷ് ഇ മുഹമ്മദ്, അതേപോലെ തന്നെ LET മീൻസ് ലഷ്കർ-ഇ-തയ്ബ. ഇത് രണ്ടും തന്നെ ടെറർ ഗ്രൂപ്പ്സ് ആണ്. ആൻഡ് ഈ രണ്ട് ടെറർ ഗ്രൂപ്പ്സിനെ മെയിൻ എയിം എന്ന് പറയുന്നത് കാശ്മീരിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് മാറ്റി അതിനെ പാകിസ്ഥാനോട് അറ്റാച്ച് ചെയ്യും. ഇതായിരുന്നു ഈ രണ്ട് ടെറർ ഗ്രൂപ്പ്സിന് ഇപ്പോഴും അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആൻഡ് ഈ ലഷ്കർ-ഇ-തയ്ബ എന്ന് പറയുന്ന ടെറർ ഗ്രൂപ്പിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ 2001 അവർ പാർലമെൻറ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ 2008 അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള മുംബൈ അറ്റാക്സ്, ദെൻ 2019 അവർ നടത്തിയിട്ടുള്ള പുൽവാമ അറ്റാക്സ്, ഇതെല്ലാം തന്നെ LET എന്ന് പറയുന്ന ടെറർ ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള കുറേ അറ്റാക്സുകളാണ്. ആൻഡ് ഈ 2008 നടന്നിട്ടുള്ള മുംബൈ അറ്റാക്കിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് 26/1 എന്നൊരു പേരിൽ നമ്മളിതിനെ പറയാറുണ്ട്. കാരണം November 26 മുതൽ 29 വരെയാണ് ആ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത്. ദെൻ അതായത് ഈ പറയുന്നത് ഇത്രയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം അവർ റിലീസ് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ടെറർ ഗ്രൂപ്പ്സിൻ്റെ ലീഡേഴ്സിനോടുള്ള ആക്ഷൻസ് എന്ന് പറയുന്നതും അത്ര വേണ്ട രീതിയിൽ തന്നെ ഒന്നും ആയിരുന്നില്ല. അതായത് ഇൻ ദ പാസ്റ്റ് ഇയർ പാകിസ്ഥാൻ ഹാസ് പെർസ്യൂഡ് ഇൻഡിക്ട്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് LET leaders but not on serious charges. And even 26/1 mastermind Hafiz Saeed has only been convicted for being part of a banned terrorist outfit and for having illegal property. അതായത് കഴിഞ്ഞ വർഷം LET ലീഡേഴ്സിനെതിരായിട്ട് പാകിസ്ഥാൻ കുറച്ച് ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സീരിയസ് ആയ ചാർജസ് ക്ലെയിം ചെയ്തുകൊണ്ടായിരുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ 26/1 മാസ്റ്റർമായിട്ടുള്ള ഹഫീസ് സയ്യിദ്, അദ്ദേഹത്തിന് മേലെ ചാർജ് ചെയ്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഒരു ബാൻ ചെയ്ത ടെറർ ഗ്രൂപ്പിൽ ഒരു അംഗമായി അല്ലെങ്കിൽ ഒരു പാർട്ടായി എന്നതായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ്, അതായത് ആയുധങ്ങളെല്ലാം കൈവശം വെച്ച് ഇത്തരം കേസുകളുടെ ബേസിസിലായിരുന്നു ഈ ടെറർ ഗ്രൂപ്പ്, അതായത് 26/1 മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഹഫീസ് സയ്യിദിനെതിരെ അവരെടുത്തിട്ടുണ്ടായിരുന്ന ഒരു നടപടി എന്ന് പറയുന്നത്. ആൻഡ് ഈ LET എന്ന് പറയുന്ന ടെറർ ഗ്രൂപ്പ് ആയിരുന്നു 2008 ആ മുംബൈ അറ്റാക്സ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് 26/1 എന്ന് പറയുന്ന വേറൊരു പേര്. അതായത് പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം ഈ LET ലീഡേഴ്സിനെതിരെ ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സീരിയസ് ആയ കേസുകൾക്ക് അല്ലെങ്കിൽ ആയിരുന്നില്ല. അതേപോലെ തന്നെ 2008 നടന്നിട്ടുണ്ടായിരുന്ന മുംബൈ അറ്റാക്സ്, നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് 26/1 ആണ്. സോ ആ ഒരു അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള ഹഫീസ് സയ്യിദ്, അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഒരു ടെറർ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് എല്ലാം കൈവശം വെച്ചു, ഇതിൻ്റെ ബേസിസിലായിരുന്നു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ 26/1 ഈ ഒരു അറ്റാക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ള LET എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഈ LET എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അതായത് ആ ഒരു ടെറർ ഗ്രൂപ്പിനെന്ന് പറയുന്നത് പല രാജ്യങ്ങളും, പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളും ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടെറർ ഗ്രൂപ്പാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബാൻ ചെയ്ത ടെറർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്നതിൻ്റെ പേരിലും അതേപോലെ തന്നെ ഇല്ലീഗൽ പ്രോപ്പർട്ടീസ് കൈവശം വെച്ചു, ഇതിൻ്റെ ബേസിസിലൊക്കെ ആയിരുന്നു ഈ 26/1 എന്ന് പറയുന്ന ടെറർ അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ടുള്ള ഹഫീസ് സയ്യിദിനെതിരെ ഈ പാകിസ്ഥാൻ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മീൻ വൈൽ LET ഓപ്പറേഷൻ കമാൻഡേഴ്സ് സക്കി ഉർ റഹ്മാൻ, ദെൻ ലഖ്വി, സജിദ് മിർ ആൻഡ് GEM, that is ജയ്ഷ് ഇ മുഹമ്മദ് ചീഫ് മസൂദ് അസർ appeared to be at large. At large means അവർ എസ്കേപ്പ് ചെയ്തു, അവരെ പിടികൂടാൻ പറ്റിയില്ല എന്നാണ്. സോ ഈ ബാക്കിയുള്ള ഇത്രയും ഓപ്പറേഷൻ്റെ കമാൻഡേഴ്സും അതേപോലെ തന്നെ JEMൻ്റെ ചീഫായിട്ടുള്ള മസൂദ് അസർ, ഇത്തരം ആളുകളിലെല്ലാം തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരെ ഇതുവരെ പിടികൂടാൻ പാകിസ്ഥാന് പറ്റിയിട്ടില്ല. സോ അതായത് അൽ-ഖ്വയ്ദ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇമ്രാൻ ഖാൻ റെഫർ ചെയ്തിരിക്കുന്നത് മാർട്ടർ എന്നാണ്. മാർട്ടർ മീൻസ് രക്തസാക്ഷി എന്നാണ്. സോ ഈ രക്തസാക്ഷിയാണ് എന്ന് അതായത് ഒസാമ ബിൻ ലാദൻ രക്തസാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം പാകിസ്ഥാൻ ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനോട് പാകിസ്ഥാൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്. Then Pakistan's failed attempt to have the UNSC designate four Indians as terrorists last week, it was vetoed by the US, speaks to its lack of credibility on the issue. സോ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന 4 ഇന്ത്യൻസ് ടെററിസ്റ്റ് ആണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ശ്രമം പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം യുഎസിൻ്റെ വീറ്റോ പവർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ആരോപണത്തിന് ശക്തമായി എതിർത്തു. ആൻഡ് ഈ വീറ്റോ പവർ മീൻസ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ആകെ മൊത്തത്തിൽ 15 മെമ്പേഴ്സാണുള്ളത്. അതിനകത്ത് 5 പേരെന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. പിന്നെയുള്ള 10 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ അവരെ എലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ഒരു അതായത് നോൺ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിനിടയിൽ ഇന്ത്യ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഈ 5 മെമ്പേഴ്സിനകത്ത് ഒന്നാണ് US എന്ന് പറയുന്നത്. സോ അതായത് UNSC ആണ് ഈ 4 ഇന്ത്യൻസിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ആൻഡ് US ശക്തമായി ഈ ഒരു അതായത് പാകിസ്ഥാൻ പറഞ്ഞിരുന്ന ആരോപണത്തിന് ശക്തമായി എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് US അവരുടെ വീറ്റോ പവർ യൂസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആ ഒരു അറ്റംപ്റ്റിനെ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആവുകയും ചെയ്തു.
Then, Pakistan is counting on its role in facilitating the Afghanistan peace deal by pushing Taliban leaders to participate in order to mitigate its troubles at the FATF, and with support from countries keen to conclude the Afghan deal, may even ensure a few more extensions for its government. Eventually, given the rigorous FATF action plan and the combined pressure of countries in the group, Pakistan would do well to realize that only clear and consistent actions would free it from the commitments at the FATF. So, അതായത് ഇപ്പോൾ ഇത്രയും ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് 27 പോയിന്റ്സ് അടങ്ങുന്ന ആക്ഷൻ പ്ലാനാണ് FATF പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഗ്രൂപ്പ്, അതായത് FATF എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനകത്തുള്ള അത്രയും കൺട്രീസിൻ്റെ ഒരു പ്രഷർ, ഇതെല്ലാം തന്നെ ഇപ്പോൾ ഈ പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നല്ല വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും, അതായത് ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം FATFൻ്റെ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാന് ഒഴിവാകാൻ പറ്റുകയുള്ളൂ. Then, in any case, giving a free rein to terror groups cannot be in its own interest. So, അതുകൊണ്ട് തന്നെ ഇത്തരം ടെറർ ഗ്രൂപ്പ്സിന് അവർ തന്നെ ഒരു ഫ്രീഡം കൊടുക്കുകയാണ് അത്തരം ടെറർ ഗ്രൂപ്പ്സിനെ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊന്നും തന്നെ അവരുടെ ഇൻട്രസ്റ്റിന് അവിടെ നടക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ നമുക്ക് ഈ എഡിറ്റോറിയൽ നിന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇപ്പോഴും FATFൻ്റെ ഗ്രേ ലിസ്റ്റിൽ തന്നെയാണ്. ഒക്ടോബർ 2020 വരെ ഗ്രേ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും. അതിനകം ഇനി പാകിസ്ഥാൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള 14 ആക്ഷൻ പോയിൻറ്റ്സും കൂടി പാകിസ്ഥാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആവും. ഇനി അതെല്ലാം തന്നെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു എഡിറ്റോറിയലിൻ്റെ ബേസിസിലുള്ള അനാലിസിസിൽ പറയാനുള്ളത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയും അതിലെ കണ്ടൻറ്റും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഓൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ എപ്പോൾ വീഡിയോസ് വന്നാലും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു.